ഹായ്, ഹലോ ഹാരിൻ, നമസ്കാരം. നമസ്കാരം. നേരിട്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ്. ഭയങ്കരം തന്നെ. ഹോട്ട് സീറ്റ് എന്താണെന്ന് ആര്യൻ അറിയാമോ? ചൂടുന്നില്ല, പക്ഷെ ഏകദേശം എനിക്കറിയാം. ഞാൻ 2-3 ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് തോറ്റു. കണ്ടിട്ടുണ്ട്. ഓക്കെ, ആര്യനെ കാണാനൊക്കെ നല്ല രസമാണ്, ഹാൻസം ആണ്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. എന്നൊക്കെയാണ് താങ്കളുടെ വിചാരം? താങ്കളുടെ റീൽസിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതെ അതെ. ക്യൂട്ട്നെസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം. തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? വേണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ, അങ്ങനെ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല എനിക്ക്. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. വീഴണമെങ്കിൽ വീഴട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഴ്ത്താനൊരു പ്ലാൻ ഉണ്ട്. വീഴുന്ന അവരുടെ ഇഷ്ടമല്ലേ. ഞാൻ ഇനി വീഴണോന്ന് പറഞ്ഞാൽ വീഴുവോ? എല്ലാവരും ഇല്ലല്ലോ. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എന്റെ ഇമോഷൻസ് ഞാൻ കൺവേ ചെയ്യുന്ന സാധനമായിരിക്കും മെയിൻ. കൈയുടെ മൂവ്മെന്റും എക്സ്പ്രഷൻസ് ഒക്കെ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണ്ട. ആക്ച്വലി അല്ല, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ കുറെ കാലങ്ങളായിട്ട് ഹോട്ട് സീറ്റ് ചെയ്യുന്ന ഒരാളാണ്. കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ അത് ഞാൻ അറിഞ്ഞു. ഓക്കെ, എന്താണ് ശരിക്കും ആര്യന്റെ ഒരു നിലപാട്? ആര്യനെ കണ്ടാൽ ഒരു മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. ആക്ച്വലി നിങ്ങൾ മലയാളിയാണോ അതോ? കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. എന്താ എന്റെ ഉദ്ദേശം? ഞാൻ ആക്ച്വലി ജനിച്ചതും പഠിച്ചതെല്ലാം കൊച്ചി തന്നെയാണ്. പേരൻസ് ഫ്രം ഡൽഹി. ലൈക്ക് they were born there and we are settled. I'm born and brought up in Kerala, Kochi. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഒരു മൊത്തത്തിൽ നിങ്ങളെ കുറിച്ച് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾ ആക്ടിങ് പഠിച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് എവിടെയോ കേട്ടിരുന്നു. ആക്ച്വലി ഒരു ആക്ടർ ആവാനായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യണം? എനിക്ക് അത് പേഴ്സണലി നല്ലായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചപ്പോ എനിക്ക് തോന്നി, കുറച്ചുകൂടി കോൺഫിഡൻസ് തോന്നി. തൽക്കാലം ആരോടും പറയണ്ട. അങ്ങനെ ആക്ടിങ് പഠിച്ചിട്ട് നമ്മുടെ ലെജൻസ് ഒന്നും ആക്ടിങ് പഠിച്ചിട്ട് നിൽക്കുന്നവരല്ലോ. പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കും. സ്റ്റേറ്റ്മെന്റ് കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അത്രക്കാരനല്ല. ആക്ടിങ് പഠിച്ചിട്ട് കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുന്ന. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ആക്ടർ, അപ്പൊ ദ ബെസ്റ്റ് ആക്ടേഴ്സിനെ നിങ്ങൾ എന്ത് പറയും? അവർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സൂക്ഷിച്ചും കണ്ടു വേണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ. കാരണം ഒരു ആക്ടർ ഈ കവ്, കടുവ എന്നൊക്കെ പറയുമ്പോൾ, ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ സെഗ്മെന്റിലെ ടൈഗർ, ഓക്കെ, അങ്ങനെ അല്ല, ഞാൻ പറയട്ടെ, അല്ല, ടെൻഷനാവണ്ട. നിങ്ങളൊരു കാര്യം സമ്മതിക്കുവാണോ? ആക്ച്വലി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ സമ്മതിച്ചു? നിങ്ങളൊരു ബോൺ ആക്ടർ അല്ല. ബോൺ ആക്ടർ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിയിടോ. ഒരു മിനിറ്റ്, നിങ്ങൾ ജനിച്ചപ്പോ ബോൺ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലല്ലോ? പക്ഷെ സ്കൂളിൽ പോയല്ലോ. നിങ്ങൾ ജനിച്ചപ്പോ ബോൺ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലല്ലോ? പക്ഷെ സ്കൂളിൽ പോയല്ലോ. നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്. ബോൺ സ്റ്റുഡന്റും ബോൺ ആക്ടറും തമ്മിൽ രണ്ട് വ്യത്യാസം. നിങ്ങൾ എന്ത് ഫോളിഷൻസ് ഒക്കെ? എല്ലാവരും ആക്ടേഴ്സും സ്റ്റുഡന്റ് ആണ്. എവരി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ ജനിക്കുമ്പോ നമ്മൾ പഠിക്കുന്നത് അച്ഛനമ്മേന്റെ കയ്യിൽ നിന്നാണോ? ആണോ അല്ലേ? എന്ത് അച്ഛൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കുന്നു? നോർമലി എവരി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇനി ആ സെയിം ചോദ്യം നേരെ വഴിക്ക് കൊണ്ടുപോകും. പക്ഷെ അത് മനസ്സിലാവുള്ള ആണ്. അവൻ ആരായാലും ശരിയാ, ഞാൻ മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഈ വിളിച്ച് ചോദിക്കണ്ട. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ കേരളീയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലല്ലേ മലയാളി ജീവിക്കുന്നത്? പക്ഷെ നിങ്ങൾ എന്തിനാ മലയാളി, സൗത്ത് ഇന്ത്യൻ, തമിഴി, തങ്ങളി, ബീഹാരി, ബംഗാളി പറയേണ്ട ആവശ്യമില്ല. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. ഇന്ത്യ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണ്, നമ്മൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ തമിഴുണ്ട്, കന്നഡികയുണ്ട്, മലയാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? അത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. പറയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു മലയാളി ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ഇന്ത്യനേക്കാൾ കൂടുതൽ ഞാനൊരു മലയാളിയാണ്, നിങ്ങളുടെ മലയാളി. അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എല്ലാ മലയാളികളെ അപമാനിക്കുന്നതാണ്. നിങ്ങൾ മലയാളികളാണ്, നിങ്ങൾ അപമാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ത്യൻസ് എല്ലാവർക്കും മനസ്സിലായേ? മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ത്യൻസ് ആണോ കൂടുതൽ വില, അല്ലെങ്കിൽ മലയാളിയാണോ കൂടുതൽ വില? നിങ്ങൾക്ക് സോറി, ഇന്ത്യൻസ് ആണോ?
കൂടുതൽ വില. യു ഫീൽ ഇന്ത്യൻ ഐ ഷുഡ് ബി കോൾഡ് ആസ് എൻ ഇന്ത്യൻ ഓർ ഷുഡ് ബി കോൾഡ് ആസ് എ മലയാളി? പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്നല്ലേ പറയുന്നത്, രാജ്യത്തിന് പുറത്തു ഭാഗത്തുനിന്നല്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ എന്താ പറയുന്നത്? ഞാനൊരു മലയാളി എന്ന് പറയും. ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത്. ലണ്ടനിലല്ലോ കേരളം ഉള്ളത്, ഇന്ത്യയിലല്ലേ കേരളം ഉള്ളത്. സോറി, അത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വെച്ചു ഇന്ത്യ വല്ല നിങ്ങൾ ഭയങ്കര വലിയ പോയിന്റ് ആയിരിക്കും. പക്ഷെ സൗണ്ട് മാത്രമേ ഉള്ളൂ, അതിന് സെൻസ് ഇല്ല. നിങ്ങൾ കമ്പാരിസൺ തരുമ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ ആണെങ്കിൽ എടുക്കാം. കമ്പാരിസണിക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക്? മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ബോൺ ആക്ടിങ് ചോദിക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ ആക്ടിങ് ചോദിക്കുമ്പോൾ പശുവിനെ ആടിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവും. Your question does not make any sense. യവൻ പുലിയാണ് കേട്ടാ. നിങ്ങൾ അറ്റാക്കിംഗ് ആണല്ല, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദിച്ചോ? നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ആണുള്ളത്, അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ പറ. എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഓക്കെ, നിങ്ങൾക്ക് അതാണ് വിചാരം എന്റെ കുറച്ച്. ഞാൻ പൊതുജനം എന്നല്ല പറഞ്ഞത്, അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആര്യൻ എന്നല്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളി ആസ് വെൽ ആസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയണം ഇന്ത്യൻ, മലയാളി, ആര്യൻ അങ്ങനെ. സത്യം പറഞ്ഞാരാ? ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ മീൻസ് പുതുസാ ഒന്നുമില്ലേ, പഴയതുതാ. വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വി കൻ എക്സ്ട്രാക്ട് ആൻഡ് ഗെറ്റ്. കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാലോ. നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത്? ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് വളർന്നതൊക്കെ? എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അറിയില്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം മിക്ക ആഹാരങ്ങളും വെളിച്ചെണ്ണ വേണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. ശരി ശരി ശരി, നമ്മൾ തമ്മിൽ ഒരു പണക്കമല്ല. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ. എന്നാ വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്നറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ജാമും കൂടി തന്ന ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. എന്ത് രസായിരിക്കൂലേ. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. ഇങ്ങനെ മാത്രം ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങൾ ബ്രെഡ് മാത്രം തരുമോ? നിങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ ബട്ടറും എല്ലാം ഒരുമിച്ച് തന്നേനെ. ബ്രെഡ് പട്ടിക്കാരനെ പോലെ കഴിച്ചോന്ന് പറഞ്ഞാൽ എന്നെ കഴിക്കും. സ്വീറ്റ് ആണല്ലോ അതിന്, ഈ ബ്രെഡ് പോലെ. ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ? ഓ, അത് ശരി, നല്ല കാര്യം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി. അതിന്ന് കുറച്ച് കടായിട്ട് തന്നാ മതി. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇനി അതിന് മറുപടി ഉണ്ടാവും എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ലിവിംഗ് ടുഗദർ കൊള്ളാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ നല്ലതാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച്. പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, ഒരു മാസം ട്രെയിനിങ്. കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി അത് ലീഗലാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ? ലിവിംഗ് ടുഗദർ ലീഗലാണ്. ലിവിംഗ് ടുഗദർ ലീഗൽ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ലിവിംഗ് ടുഗദർ ലീഗൽ ആണെങ്കിൽ എനിക്കറിയാം. വെളിച്ചെണ്ണ എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ല. ലീഗലാണോ? നിങ്ങൾക്ക് അത് ബേസിക്കലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ.